ഞാൻ ജീവിക്കുന്ന മണ്ഡലം എൻ്റെ പ്രവർത്തന മണ്ഡലം. ഞാനിവിടെ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ നമ്മൾ ജോലി എടുക്കുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ ഓഫീസ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവരവരുടെ മണ്ഡലത്തിൽ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ശക്തി കേന്ദ്രം വട്ടിയൂർക്കാവാണ്. ഇപ്പം ഞാനും മോഹിക്കുന്നു, വേറെ പലരും മോഹിക്കുന്നു. ആർക്കാ കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. ഇത്തരം മത്സരങ്ങൾ വന്നാൽ മാത്രമേ ഒരു നല്ല സ്ഥാനാർത്ഥി ആര് എന്ന് കണ്ടെത്തി പാർട്ടിക്കും തിരഞ്ഞെടുക്കാൻ പറ്റൂ. നമസ്കാരം. BJPയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ ആരായിരിക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ വട്ടിയൂർക്കാവിന് വേണ്ടിയുള്ള ഒരു പിടിവലി നടന്നിരുന്നു. കാരണം BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വട്ടിയൂർക്കാവ്. എന്തായാലും നിലവിലിപ്പോൾ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളായി വട്ടിയൂർക്കാവിൽ ഗ്രൗണ്ട് വർക്ക് നടത്തി വരുന്നതാണ് BJP നേതാവും നടനുമായ കൃഷ്ണകുമാർ ഇവിടെ സീറ്റ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാം തന്നെ പുറത്തു വന്ന വാർത്തയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ കൃഷ്ണകുമാർ തന്നെ. പാർട്ടി തീരുമാനിച്ച് അറിയിക്കും. പാർട്ടിയുടെ ലിസ്റ്റ് വന്നാലാണ് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്ക് ഓരോ പ്രവർത്തന മണ്ഡലമുണ്ട്. ഇപ്പോൾ നമുക്ക് കഴക്കൂട്ടെടുത്തു കഴിഞ്ഞാൽ BJPയിൽ നിന്ന് മുരളിച്ചേട്ടനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ പ്രവർത്തന മണ്ഡലം അതാണ്. അതുപോലെ ഞാൻ ജീവിക്കുന്ന മണ്ഡലം എൻ്റെ പ്രവർത്തന മണ്ഡലം. ഞാനിവിടെ വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിൽ നമ്മൾ ജോലി എടുക്കുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ ഓഫീസ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വർക്ക് കൊണ്ടിരുന്നപ്പോൾ തന്നെ സെൻട്രലല്ലേ ആദ്യമായിട്ട് പാർട്ടി വിളിക്കുമ്പോൾ എന്നെ നിർത്തുന്നത്. ഞാൻ എൻ്റെ സ്ഥലം അവിടെ അല്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്തല്ല നിർത്തുന്നത്, എൻ്റെ അടുത്ത് കൊല്ലത്ത് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ അത് പാർട്ടിയെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാനും ഈ കാര്യം പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അന്ന് അമിത്ഷാജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മാതൃമണ്ഡലം പ്രവർത്തന മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് അപ്പുറത്ത് നമുക്ക് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ജനാധിപത്യത്തിലെ എല്ലാ പാർട്ടിയിലെ എല്ലാ സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കുന്നത് എല്ലാവരും പറയുമോയെന്നറിയില്ല ഇതുപോലെ. പക്ഷേ അവരവരുടെ മണ്ഡലത്തിൽ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ശക്തി കേന്ദ്രം വട്ടിയൂർക്കാവാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഇത്തരം കാലം പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തകരുമായും അല്ലാത്ത ജനങ്ങളുമായിട്ടും ഒക്കെ നല്ല ബന്ധത്തിലാണ്. ആദ്യഘട്ടം മുതലേ വട്ടിയൂർക്കാവിന് വേണ്ടി ഒരു പിടിവലി നടക്കുന്നുണ്ട്. അല്ല, അതും ജനാധിപത്യത്തിൽ തെറ്റല്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ജയസാധ്യത ഉള്ളതല്ല ശക്തിയുള്ള ഒരു കേന്ദ്രമാകുമ്പോൾ പാർട്ടിയിലെ പല സ്ഥാനാർത്ഥികളും ഇപ്പം ഞാനും മോഹിക്കുന്നു, വേറെ പലരും മോഹിക്കുന്നു. ആർക്കാ കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. ഡിമാൻഡാണോ? അല്ല, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ BJP ജയസാധ്യതയുള്ള കുറേയധികം മണ്ഡലമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ 11 സ്ഥലത്ത് BJP 1-ാം സ്ഥാനത്ത് വന്നതുകൊണ്ട്, 9ഓളം സ്ഥലത്ത് 2-ാം സ്ഥാനത്ത് വന്നു, 3-ാം സ്ഥാനം വന്നതുകൊണ്ട് വളരെ തുച്ഛമായ വോട്ടുകൾക്ക് 3-ാം സ്ഥാനമായപ്പോൾ അവിടെ എല്ലായിടത്തും ഇതേ മത്സരം നടക്കുന്നുണ്ടാവും. അത് തെറ്റല്ല, അത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. കാരണം പാർട്ടിക്കകത്തുനിന്ന് ഇത്തരം മത്സരങ്ങൾ വന്നാൽ മാത്രമേ ഒരു നല്ല സ്ഥാനാർത്ഥി ആര് എന്ന് കണ്ടെത്തി പാർട്ടിക്കും തിരഞ്ഞെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് സീറ്റുകൾ മോഹിക്കുന്നതിൽ തെറ്റില്ല, കൂടുതൽ ആൾക്കാർ വരുന്നതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടാലും നമ്മൾ പാർട്ടി ജയിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുമല്ലോ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയല്ലായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് മോഹമുള്ളതുകൊണ്ട് പരമാവധി എല്ലാവരും സഹായിക്കാൻ പോകുന്ന പോലെ പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. അതനുസരിക്കുക, കൂടെ പോവുക. എന്തായാലും പട്ടിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കലില്ല. കാരണം വെച്ചാൽ അത് എപ്പോൾ വരും നമുക്ക് ആർക്കും അറിയില്ല. കാരണം അതൊരു വലിയൊരു നീണ്ട പ്രോസസ്സാണ്. കാരണം പാർട്ടിക്ക് പലതരത്തിൽ പല തട്ടുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പോവുക, പേര് പോവുക, സർവേ ടീമുകളുണ്ടാവും, പലതും ഉണ്ടാവുമല്ലോ. അവരെന്ന് പ്രഖ്യാപിച്ചാലും നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ ജോലി തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്നൊന്ന് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നത്. നമുക്ക് മണ്ഡലം അറിയില്ല, മണ്ഡലത്തിലെ പ്രവർത്തകരെ അറിയില്ല. ഇതിപ്പോൾ ഈ മണ്ഡലത്തിലെ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരുമായിട്ടും നിത്യബന്ധത്തിലില്ലേ.